ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മ ഇന്ന് പുതിയൊരു മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങാവുന്നതാണ് ഗൈസ്. ഒരു പുതിയ ചാനലാണ്. എല്ലാവരും എൻ്റെ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം തന്നെ മരം മുറിക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ പീസ് ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ ഒക്കത്തൊരു ബ്ലോക്ക്, അതായത് അതാണെന്ന് ഓർക്കാൻ വേണ്ടി അറിയാമായിരുന്നു മുറിക്കായിരിക്കും. അതിന് നമ്മൾ മരം മുറിക്കുന്നു. സാധാ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ടേബിൾ ടൂൾസ്, ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നമുക്ക് പതിയെ സ്റ്റോൺ ഇങ്ങനെ മെയിൻ ചെയ്ത് ഒരു സ്റ്റോൺ പിക്കാക്കാം. അതിനിട്ട് സ്റ്റോൺ പതിയെ മെയിൻ ചെയ്ത് കോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കോള് കുറച്ചെടുക്കാൻ വിചാരിച്ചു. ഫ്യൂവൽ സോഴ്സ് കോള് നല്ല ആവശ്യം വരും. നമ്മൾ സ്പോൺ അതിൻ്റെ സൈഡിലും കുറച്ച് കോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്നും കൂടി എടുത്തേക്കാം. കഴിക്കുക പെട്ടെന്ന് കോൾ മെയിൻ ചെയ്ത്. നമ്മുടെ ഈ വീഡിയോയിലെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. ഒരു ആർമർ, നല്ലൊരു പ്രൊട്ടക്ഷനായിട്ടൊരു ആർമർ ക്രിയേറ്റ് ചെയ്യണം. അതാണ്. ഷെൽട്ടർ ഉണ്ടാക്കലൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലായിരിക്കും. ഷെൽട്ടർ ഉണ്ടാക്കണം, എക്സ്പ്ലോർ ചെയ്യണം, കേസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഞാൻ കുറേ ബെഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ മൈൻക്രാഫ്റ്റ്. ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്തു. ഇതൊരു ഐലൻഡ് ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു പിങ്ക് ഷീപ്പ് സ്പോണായി. വൺ ഓഫ് ദ റയറസ്റ്റ് ഐറ്റംസ് ഇൻ മൈൻക്രാഫ്റ്റ് ആണ് പിങ്ക് ഷീപ്പ്. അത് നാച്ചുറലി സ്പോണാണ്, ഭയങ്കര റയറാണ്. അതിനെ ഞാൻ സേഫ് ആക്കാൻ വേണ്ടി പിന്നെ ഒരു കുറേ ടൈം അവിടെ വെറുതെ വേസ്റ്റാക്കി. അതിന് കുഴിച്ച് കൂടി ഞാൻ തന്നെ വീണ്. നേരിട്ട് ഞാൻ ബോട്ട് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ബോട്ട് ഉണ്ടാക്കാൻ തന്നെ കുറേ ടൈം തപ്പി. അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ബോട്ട് കാണാനില്ല. അവസാനം ബോട്ടൊന്ന് സെർച്ച് ചെയ്ത് ബോട്ട് ഉണ്ടാക്കി. ഈ ഷീപ്പാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കണിതില്ല. അത് കഴിഞ്ഞ് നേരെ അപ്പുറത്തേക്ക് പോയി അവിടെ ഒരു ബോട്ട് വെച്ച് ഷീപ്പ് കയറി. പിന്നെ ഞാൻ തിരിച്ച് മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് വന്നു. തിരിച്ച് മൈൻക്രാഫ്റ്റ് വീഡിയോയിലൊന്ന് എൻ്റെ ആദ്യത്തെ പെറ്റ് ഈ ഷീപ്പാണെന്ന് വിചാരിച്ച് നേരെ പതിയെ ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ പൊട്ടിച്ചെടുത്ത് തിരിച്ചാ ഫോറസ്റ്റ് വഴി തപ്പി നോക്കാം അവിടെ വല്ലതും ഉണ്ടാവും എന്നുള്ള മൈൻഡ് സെറ്റ് ഷീപ്പിനെയും കാണിച്ച്. ഗൈസ്, മൈ ഫസ്റ്റ് പെറ്റ്. തിരിച്ചാ ഫോറസ്റ്റിനകത്തേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ഒരു വില്ലനെ കണ്ടത്. ഒരു ഷീപ്പിനെ കൊന്നിട്ട് അതിനെയും കൊന്ന് തിരിച്ച് ഷീപ്പിനെ സേഫാക്കാന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയപ്പോൾ പോയി. അണ്ണം പോയി, ഡീസ്പോണായി. അതെന്താണ് പറ്റിയതെന്ന് എനിക്കറിഞ്ഞൂടാ. ആ വിഷമത്തിൽ, പൊട്ടനായ വിഷമത്തിൽ നേരെ മൈൻഡ് ചെയ്യാന്നുള്ള പ്ലാനിലേക്ക് പോയി. ആർമർ വേണമല്ലോ, അതാണല്ലോ ഗോൾ. ആർമർ, ബെഡ്, ഒരു നൈറ്റ് സ്ലീപ്പ് ചെയ്യുക, ഒരു വില്ലേജ്, ഇത് മൂന്നുമാണ് ഗോൾ. പിന്നെ ഫോണിൽ കളിക്കണതായത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവനെ അയൺ സ്പോട്ട് ചെയ്ത് പതിയെ അയണൊക്കെ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പതിയെ ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വല്ല അയൺ ഇതേപോലെ ഉണ്ടാലോ എന്നുള്ള മൈൻഡ് പോയി കോള് കുറേ കിട്ടി. കോള് മൈൻഡ് ചെയ്ത് പിക്കാറ്റ്സ് പൊട്ടാറായി. അതിനിറങ്ങിയപ്പോൾ ലോങ്ങിലൊരു വില്ലേജ്. പിന്നെ ബെഡ് ക്രാഫ്റ്റ് ചെയ്തു. കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പുറത്ത് ഐലൻഡിൽ പോയി കിടന്നു. പിന്നെ എഴുന്നേറ്റു. വില്ലേജ് എക്സ്പ്ലോറേഷൻ അല്ല, കക്കൽ. വില്ലേജിനകത്തേക്ക് പോയി പതിയെ അങ്ങോട്ട് ഓടിച്ചെന്ന്
അവിടുത്തെ ക്രോപ്സ് ആന്തന്നെ അക്കൽ മോഷണം ആൺമീൻ ആന്തന്നെ ക്രോപ്സ് അവിടെ നിന്ന് അടിച്ചാക്കി ഫുഡായി എടുത്ത് മുകളിൽ വെച്ച് നോക്കുമ്പോൾ ഹേബിലെടുക്കണം. ഹേബിലെടുക്കുക. അത് ഇൻവെൻ്ററിയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് നേരെ ചാടിത്തുള്ളി ഹേബിലെടുത്തേക്ക് പോയി. ചക്ക ഹേബിലൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വീട് തൽക്കാലം, അതായത് ഈ ഒരു വില്ലേജ് എന്ന് പറയുന്ന ഒരു മൗണ്ടൈൻ്റെ സ്റ്റീപ്പിലാണ് കേസ്. അപ്പോൾ അവിടെ ഇത് പെർമനൻ്റായിട്ട് സ്റ്റേ അടിക്കൽ ശോഭം. ഒരു സീഡ് വില്ലേജ് അത് കൊടുത്ത് നേരെ പൊക്കത്ത് വില്ലേജ് ഉണ്ട് കേസ്. കണ്ട ഇങ്ങനെ വന്ന വില്ലേജ് അധികം ഇല്ല. അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റേ അടിക്കുമെന്ന് അറിയാവുന്നുണ്ട്. പറ്റാവുന്ന റിസോഴ്സൊക്കെ അടിച്ച് വേണ്ടിയിട്ട് വേറൊരു നല്ല വില്ലേജിലേക്ക് പോകാനാണ് കേസ് പ്ലാൻ. ബുക്കൊക്കെ അടിച്ചാറ്റി നേരെ പുറത്തേക്ക് ഇറങ്ങി അതെല്ലാം ക്രോപ്സ്. എനിക്ക് ക്യാരറ്റ് വീറ്റിനോടാണ് കേസ് താല്പര്യം. അതായത് പിന്നെ പൊട്ടറ്റോ നല്ലതാണ്, പക്ഷേ എനിക്കിഷ്ടമല്ല. പിന്നെ അയൻകുളത്തിനെ കണ്ടാൽ തല്ലണം. അപ്പം നേരെ ഒരു റൂമിൽ റീസ്പോൺ സെറ്റ് ചെയ്ത് അയൻകുളത്തിൻ്റെ അടുത്ത് ചെന്ന് തല്ലാൻ വേണ്ടി ഫുൾ പ്ലാൻ ഞാൻ കണ്ടുള്ള ബൂം ബൂം അയൻകുളത്തിൻ്റെ തല്ലി ബൂം ബൂം അളവ് തിരിച്ച് അതേപോലെ തന്നെ ഇറങ്ങി ഐറ്റമൊക്കെ എടുത്ത് എന്ത് ചെയ്യാൻ അയൻകുളത്തിൻ്റെ തള്ളി വെള്ളത്തിലിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ബിൽഡിങ് ചെയ്ത് പിന്നെ അടിച്ച് ഇനി വാടാ പിന്നെ അവിടെ കുറേ നേരം തല്ലി ആദ്യത്തെ കൊടുക്കും. അതിനിട്ട് പിന്നെ തല്ലി ഇവനാണെങ്കിൽ ചളവണില്ല, ടൂളാണെങ്കിൽ ചളവറാന്ന് പൊട്ടണം. 2 പൊട്ടി, 2 ടൂളിൽ ചാവേണ്ടതായിരുന്നില്ലേ. 3 പൊട്ടണതിന് മുമ്പ് ചത്ത്. അപ്പം നേരെ അയണും എടുത്ത് പിന്നെ നേരത്തെ ചത്ത അവിടെ കുറേ ലൂട്ടുണ്ടായിരുന്നു, അതും ചാടിയെടുത്ത് പിന്നെ ക്രാഫ്റ്റിംഗ് അതിനൊക്കെ സെറ്റ് ചെയ്ത് നേരെ പിന്നുള്ള മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ മൈൻ ചെയ്യാന്നുള്ളൊരു പ്ലാനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കേവ് തപ്പി നടക്കേണ്ടിയിരുന്നു. പിന്നെ ഈ വീട് കണ്ടപ്പോൾ അതിനകത്ത് ഇതുണ്ടാവും എന്നറിയാം. ചെസ്റ്റിൽ നിന്ന് ബണ്ടിൽ കിട്ടിയാൽ നമ്മുടെ ഇൻവെൻ്ററി കുറച്ച് സോർട്ട് ചെയ്യാൻ നല്ലൊരു സാഹചര്യം. പിന്നെ ഒരു പാൻറ് കിട്ടിയോടുന്ന ആർമർ. പിന്നെ കേസ് ഞാൻ ചെയ്യണതിൽ വല്ല തെറ്റൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ നല്ലൊരു മൈൻക്രാഫ്റ്റ് പ്ലെയർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക ടിപ്സ് ആൻഡ് ട്രിക്സ്. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സും ട്രിക്സൊക്കെ കമൻറ്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനിവിടുന്ന് പതിയെ അടുത്ത് വല്ല സ്ട്രക്ചർ ടൈപ്പ് വല്ലതും ഉണ്ടാകാൻ നോക്കി. അടുത്തൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ആ മൗണ്ടെയിൻസിന് അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടെ ഒരു റൂവിൻ കണ്ടു ഞാൻ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്ന് വിചാരിച്ച് അടുത്തുള്ള കേവുണ്ടെങ്കിൽ കയറാം. പിന്നെ കോളുണ്ടല്ലോ കുറേ, അപ്പോൾ അടുത്ത് കേവ് ഉണ്ടെങ്കിൽ സ്റ്റിക്കും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് കേവിൽ കയറാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ പോയി ആർമർ സെറ്റ് ചെയ്യാൻ വേണ്ടി മല കയറി. ഞാൻ ഈ ഒരു കേവ് ഉദ്ദേശിച്ച് ഈ വാട്ടർ കേവ് ഒരിക്കലും സേഫ് അല്ല കേസ്, കടകം ഇരിക്കും. ബെഡ് റോക്കിൽ വാട്ടർ കേവ് അധികം സേഫ് അല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ടോപ്പിൽ കേട്ടാൽ കോപ്പർ ഉണ്ട്. അപ്പോൾ വീഡിയോ ഉണ്ട് കോപ്പർ പിടിച്ചിട്ട് ആർമർ ഉണ്ടാക്കിയപ്പോൾ ആർമർ ഉണ്ടാക്കാൻ പറ്റിയ പുതിയ അപ്ഡേറ്റ്. പിന്നെ ഉള്ള കണ്ടൊക്കെ പൊളിച്ച് കോപ്പർ എടുത്ത് നേരെ വില്ലേജിലേക്ക് പോയി. പോണ വഴിക്കൊരു കേവ് കണ്ട്, പക്ഷേ എഗെയിൻ വാട്ടർ കേവ് നടക്കൂല. നമ്മൾ വില്ലേജ് അത് വീടടിച്ച് പറ്റാന്ന് വിചാരിച്ച് അപ്പോൾ കോബിൾസ്റ്റോൺ പിടിച്ച് നമ്മുടെ ഒരു വീട് പിടിച്ച്. ഇനി ഇതാണ് എൻ്റെ വീട്. കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു
എപ്പിസോഡ് മാത്രമേ ഞാൻ ഇനി ഇവിടെ നിൽക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു വില്ലേജ് പോകും. നല്ലൊരു വില്ലേജ് കണ്ടുപിടിക്കാം. നല്ല സ്റ്റീപ്പ് കുറച്ച് മലയിടൊക്കെ തുടങ്ങി കുഴപ്പമില്ല. പക്ഷെ നല്ല സർവൈവ് ചെയ്യാൻ പറ്റണ കുറേ സാധനങ്ങളുണ്ടാവും. മിനിമം ഒരു കേവ് അങ്ങനത്തെ കുറച്ച് പരിപാടി. പിന്നെ ഫർണൈസ് ഉണ്ടാക്കി. ഫർണൈസ് വെച്ച് പിന്നെ അതിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയിൽ കുറേ നേരം ഒന്നും ചെയ്യാനില്ല. വെയിറ്റ് ചെയ്ത് കിടക്കാ വില്ലേജ് നോക്കും. വെള്ളത്തിലെത്തി അവിടെ തിരിച്ച് കയറി. പിന്നെ അവിടെ തിരിച്ച് കയറി കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം 28 ഇപ്പം ഇനി കുറച്ച് നേരം കൂടി ലാസ്റ്റ് ഞാൻ ഉള്ളത് ചാതുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് അയൺ ഗോളത്തിനെ കൊണ്ടുവന്ന ഒരു 3 അയൺ ഉണ്ടായിരുന്നു. പിന്നെ 6 ഒരു ഷീൽഡും ക്രിയേറ്റ് ചെയ്ത് പിന്നെ അത് വെയിറ്റ് ചെയ്ത് ഒരു കത്തിയും ഒരു ആക്സ് ഉണ്ടാക്കി, പിക്കാക്സ് ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി ഇൻവെൻറ്ററൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എല്ലാ ബണ്ടിലുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് എടുത്താൽ അതിൻ്റെ പതിയെ എല്ലാം എടുത്ത് വെച്ച് ഇൻവെൻറ്ററൊക്കെ ഒന്ന് സോർട്ടാക്കി അടിപൊളിയാക്കി വെച്ച് എന്നിട്ട് ഇതൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ട് വേണം ഇനി ഈ എപ്പിസോഡിൻ്റെ എൻഡിങ്ങും കൂടെ കഴിഞ്ഞിട്ട് നോക്കാൻ. അത് ബണ്ടിലെല്ലാം എടുത്ത് വെച്ച് ടാക്സ് വെച്ച് പൊട്ടിച്ച് പിക്കാക്സ് വെച്ച് പൊട്ടിച്ച് കളത്തി നേരെ നമ്മ പുറത്തേക്ക് തന്നെ കേസ് ഒരു നല്ലൊരു വില്ലേജാണ്. പക്ഷെ ഇങ്ങനെ സ്റ്റീപ്പ് വില്ലേജ് എനിക്ക് പ്രിഫർ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ഇട്ട് വരുമെന്നുള്ള വിഷയോടെ ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ വരും.